السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ പഠിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് കൊടുത്തിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, ഇനി എന്നെക്കൊണ്ട് മദീനയിൽ നിൽക്കാൻ സാധിക്കൂല, മുത്തുനബിയില്ലാത്ത പള്ളിയിൽ, മുത്തുനബിയില്ലാത്ത മസ്ജിദിൽ, മുത്തുനബിയില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ് ഒരു പിരാന്തനെ പോലെ മുത്തുനബിയെ സ്നേഹിച്ച് മുത്തുനബിയെ മാത്രം ഹൃദയത്തിലേറ്റിയ ബിലാൽ നാടിനിടെ ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിരാന്ത് മുത്തുനബിയില്ലാത്ത ഒരു പിരാന്ത് മാത്രമാണ്. മുത്തുനബിയെ കാണാത്ത വേദന. ഇനി മദീനയിൽ ഞാൻ ബാങ്ക് കൊടുക്കൂല, ഇനി മദീനയിൽ ഞാൻ നിൽക്കൂല, എനിക്ക് എൻ്റെ ഹബീബിനെ കാണാതെ നിൽക്കാനാകൂല. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ്, കറുത്തവനായ കരിക്കട്ടയുടെ നിറമുള്ള ബിലാൽ, കറുത്ത വർഗക്കാരനായ ബിലാൽ, മുത്തുനബി തങ്ങൾ വല്ലാതെ സ്നേഹിച്ച ബിലാൽ, ഇനി മദീനയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞ് അതാ അവിടുന്ന് ഡമസ്കസിലേക്ക് യാത്ര പോകുകയാണ്. ഡമസ്കസിൽ ചെന്ന് അവിടെ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം ഒരു ദിവസം ഭാര്യയുമൊത്ത് ഉറങ്ങുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. യാ ബിലാൽ, എന്നെ മറന്നോ ബിലാൽ, എന്നെ മറന്നോ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് എണീച്ച് പൊട്ടിക്കരയുന്നു. ഭാര്യ ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു? മദീനയിലേക്കോ വരൂ ബിലാൽ എന്നാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്. ഭാര്യ ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു നബിയെ, എന്ത് സംഭവിച്ചു ബിലാൽ എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടു, മദീനയെ വിട്ടോ, എന്നെ മറന്നോ എന്ന് ചോദിച്ച് എൻ്റെ ഹബീബ് എന്നോട് പറയുകയുണ്ടായി. ഞാൻ എൻ്റെ ഹബീബിനെ കാണാതെ മദീന വിട്ടു വന്നവനാണ് ഞാൻ ഒന്നുകൂടിയും മദീനയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. അതാ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഡമസ്കസിൽ നിന്ന് മദീനയിലെത്തി. മദീനയിലെ അന്നത്തെ ഭരണാധികാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടപാട് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച്, എൻ്റെ ഹബീബ് ഇല്ലാത്ത മദീന, എൻ്റെ ഹബീബ് ഇല്ലാത്ത മദീന. ബിലാലെ, മുത്തുനബിയുടെ മരണത്തിന്റെ ശേഷം ബിലാലിന്റെ ബാങ്ക് കേട്ടിട്ടില്ല, ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാലെ? മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വെച്ചുകൊണ്ട് ഒരു ബാങ്ക് കൊടുക്കുമോ ബിലാലെ? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ഹബീബ് ഇല്ലാത്ത മദീനയിൽ ഞാൻ ബാങ്ക് കൊടുക്കൂല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല, നിങ്ങളൊരു ബാങ്ക് കൊടുക്കണം. നിർബന്ധത്തിന് വഴങ്ങി മഹാനായ ബിലാൽ ഇബ്നു റബാഅ റളിയല്ലാഹു അൻഹു അതാ ബാങ്ക് കൊടുക്കുന്നു. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് അവിടുന്ന് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇന്നത്തെ പോലെയുള്ള ബാങ്കല്ല അത്. ബിലാലിന്റെ ബാങ്ക് ലോകം കാത്തിരിക്കുന്ന ബിലാലാണ്. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്നു. അതാ ആ ബാങ്കിന്റെ ശബ്ദം ഇന്ന് മൈക്ക് വെച്ച് കൊടുത്താലേ നമ്മൾക്ക് നിവാസികൾ മുഴുവനും കേൾക്കുകയുള്ളൂ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക്, അത്രയും ശബ്ദത്തിലുള്ള ബാങ്ക് മദീന മുഴുവനും കേൾക്കുകയാണ്.
അതാ എല്ലാ വീടുകളിൽ നിന്നും പുരുഷന്മാർ ഓടി വരികയാണ്. മദീന മസ്ജിദുൻ നബവി നോക്കി ഓടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഹയാത്തായോ? അതാ ബിലാൽ വന്നിരിക്കുന്നു. മുത്തുനബിയുടെ കാലത്ത് കൊടുത്ത ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നു. അതാ ബിലാൽ വന്നിരിക്കുന്നു. ആണുങ്ങളൊക്കെ ഓടി വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ ഷഹാദത്ത് ചൊല്ലുമ്പോൾ അതാ സ്ത്രീകൾ മുഴുവനും പുറത്തിറങ്ങി. അതാ മുത്തുനബി തങ്ങൾ വന്നിരിക്കുന്നു. മുത്തുനബി തങ്ങളുടെ കാലത്ത് കൊടുത്ത ബാങ്കാണ്. സ്ത്രീകളും കുട്ടികളും അതാ കല്ലുകളും ചവറുകളും മരങ്ങളും വൃക്ഷങ്ങളും പക്ഷികളും പർവ്വതങ്ങളും അതാ പൊട്ടിക്കരയുന്നു. വീണ്ടും കൊടുക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ബാങ്കുലി. ബിലാൽ റളിയല്ലാഹു അൻഹു ആ വാചകം ഉച്ചരിക്കുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് ബോധരഹിതനായി മസ്ജിദുൻ നബവിയിൽ വീണ അത്ഭുത സംഭവം മുത്തുനബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഉണ്ടായ അത്ഭുതമാണ്. മദീനയിലെ നിവാസികൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു. ഒന്നടങ്കം സങ്കടത്തിലായി. എല്ലാവരും അതാ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ ഷഫീ അല്ലാഹ്, യാ ഖൈറ ഖൽഖില്ലാഹ് എന്ന് പറഞ്ഞ് മദീന നിവാസികൾ മുഴുവനും ഓടിയെത്തി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വലിയവരും ചെറിയവരും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ ഒരു സംഭവമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ ബാങ്കുലി. ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് ബോധരഹിതനായി അവിടെ വീണു തകർന്നു പോയിരിക്കുകയാണ്. മദീന നിവാസികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരൊന്നും മുത്തുനബിയെ സ്നേഹിച്ചതിന്റെ ഒരു 4 വരെ ഞങ്ങൾക്ക് എത്താൻ സാധ്യമല്ല. അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് മുത്തുനബിയുടെ ഹബ്ബ് നിറച്ചു തരണേ അല്ലാഹ്. അവിടുത്തെ കാവലിൽ അവിടുത്തെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്ന് ഈ പാവപ്പെട്ടവൻ ചോദിക്കുന്ന ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.